Hello everyone, how are you all? I think all are fine. In our last class, we already discussed about our unit 1 modern concept of health physical fitness. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ പറഞ്ഞത് സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, എജിലിറ്റി ആൻഡ് കോർഡിനേഷൻ. ഓക്കെ, അപ്പോൾ കോമ്പോണൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്ട്രെങ്ത്. A health related component of physical fitness that relates to the ability of the muscles to exert force. ഇവിടെ എന്താ പറയുന്നത്? അതെ, സ്ട്രെങ്ത് എന്നുള്ളത് ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കോമ്പോണൻ്റ് ആണ്. അത് ബലം പ്രയോഗിക്കുവാനുള്ള പേശികളുടെ എബിലിറ്റിയെ പറയുന്ന പേരാണ് സ്ട്രെങ്ത്. അതായത് നമുക്ക് ബലം പ്രയോഗിക്കുവാനുള്ള നമ്മുടെ മസിൽസിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് സ്ട്രെങ്ത്. ഫോർ എക്സാമ്പിൾ, എലഫൻറ്റ്. An elephant is the perfect example of strength. An elephant pulls on lift a tree with its muscles. അതായത് സ്ട്രെങ്ത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് എലഫൻ്റ് എന്നുള്ളത്. എലഫൻറ്റിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? എലഫൻറ്റ് അതിൻ്റെ മസിൽസ് യൂസ് ചെയ്തിട്ടാണ് തടികൾ, അതായത് മരക്കഷ്ണങ്ങളും എല്ലാം പുള്ള് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ലിഫ്റ്റ് ചെയ്യുന്നതും മാറ്റുന്നതൊക്കെ അതിൻ്റെ മസിൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ നമുക്ക് എലഫൻറ്റിനെ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, എൻഡുറൻസ്. A health related component of physical fitness that relates to the muscles ability to continue to perform without fatigue. അതായത് എൻഡുറൻസ് എന്നാൽ ക്ഷമ. ഇവിടെ എൻഡുറൻസ് എന്താണ്? ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻ്റ് ആണ്. ഇവിടെ പറയുന്നത് ക്ഷീണം കൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന പേശികളുടെ എബിലിറ്റിയെ പറയുന്ന പേരാണ് എൻഡുറൻസ്. ക്ഷീണവും കൂടാതെ തുടർച്ചയായി വർക്ക് ചെയ്യാൻ കഴിയുന്ന മസിൽസിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് എൻഡുറൻസ്. For example, an ant. The ant is always engaged in some activity. Endurance helps the ant to do this and have less strength and but more endurance. അതായത് എൻഡുറൻസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൻഡ്, ഉറുമ്പാണ്. ഉറുമ്പിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉറുമ്പ് എപ്പോഴും ഒരു ക്ഷീണം കൂടാതെ ഓരോ പ്രവർത്തനത്തിലും എൻഗേജ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. എപ്പോഴും ഓരോന്ന് ചെയ്തും കൊണ്ടായിട്ടിരിക്കുക. തന്നെ കൊണ്ട് കഴിയാവുന്നതിലും ഭാരങ്ങൾ, തൻ്റെ ശരീരത്തിനേക്കാളും വലിയ ഭാരങ്ങളൊക്കെ ഏറ്റിയിട്ടായിരിക്കും ഉറുമ്പ് നടക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ എപ്പോഴും ഓരോ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ ഉറുമ്പിനെ ഇത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എൻഡുറൻസ് ആണ്. കൂടാതെ എന്താണ് പറയുന്നത്? ആൻഡ് ഹാവ് ലെസ് സ്ട്രെങ്ത് ആൻഡ് ബട്ട് മോർ എൻഡുറൻസ്. ഉറുമ്പിന് എന്താണ്? സ്ട്രെങ്ത് കുറവാണ്, പക്ഷേ എൻഡുറൻസ് എന്താണ്? കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എൻഡുറൻസിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഉറുമ്പ്. നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. A health related component of physical fitness that relates to the range of motion available at a joint. ഫ്ലെക്സിബിലിറ്റി എന്നാൽ വഴക്കം. അതായത് ഇതും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻ്റ് ആണ്. നമ്മുടെ ജോയിൻറ്റുകളെ ഏത് പൊസിഷനിലേക്കും ചലിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു എബിലിറ്റിയെ പറയുന്ന, ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി. വഴക്കത്തോട് കൂടിയിട്ട് നമ്മുടെ ജോയിൻറ്റുകളെ ഏത് പൊസിഷനിലേക്കും നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഫ്ലെക്സിബിലിറ്റി. For example, have you noticed the people doing the circus? Everything they do will be flexible. Flexibility helps these people to do it. അതായത് ഇവിടെ ഫ്ലെക്സിബിലിറ്റിക്ക് എക്സാമ്പിൾ പറയുന്നത് സർക്കസ് ചെയ്യുന്നവരാണ്. അതായത് സർക്കസ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെന്താണ്? അവർ ഓരോ കാര്യങ്ങളും വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ചെയ്യുന്നത്. അവർ സർക്കസ് ചെയ്യുന്നത് അവരുടെ ബോഡിയൊക്കെ നന്നായി വഴങ്ങിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരിതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്, ഫ്ലെക്സിബിലിറ്റിയുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് സർക്കസ് ചെയ്യുന്ന പീപ്പിൾ. ഓക്കെ, നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് സ്പീഡ്. എ സ്കിൽ റിലേറ്റഡ് കോമ്പോണൻ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ എബിലിറ്റി ടു പെർഫോം മോർ വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതായത് ഇവിടെ സ്പീഡ്, വേഗത. സ്പീഡ് എന്താണ്? ഒരു സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻ്റ് ആണ്. ഇവിടെ പറയുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ചലിക്കുവാനുള്ള എബിലിറ്റിയെ പറയുന്ന പേരാണ് സ്പീഡ്. അതായത് ഷോർട്ട് ടൈമിനുള്ളിൽ കൂടുതൽ ചലിക്കുവാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് സ്പീഡ്. For example, let's take two animals, lion and cheetah. Lion is the king of the forest, but cheetah is the fastest runner. If lion and cheetah run a race, who will be win? Definitely the winner is cheetah, because cheetah is more speed component. സ്പീഡിൻ്റെ എക്സാമ്പിൾ പറയുന്നത് രണ്ട് അനിമൽസിനെ എടുക്കുക. അതായത് ലയണും ചീറ്റയും. ലയൺ കിങ് ഓഫ് ദ ഫോറസ്റ്റ് ആണ്, അതുപോലെ തന്നെ ചീറ്റ ഫാസ്റ്റസ്റ്റ് റണ്ണറും ആണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു റേസ്, അതായത് ഒരു ഓട്ട മത്സരം നടത്തുകയാണെങ്കിൽ ആരായിരിക്കും വിൻ ചെയ്യുക? തീർച്ചയായിട്ടും
ചീറ്റ തന്നെയായിരിക്കും വിൻ ചെയ്യുക. കാരണം ചീറ്റയിൽ എന്താണ് കൂടുതൽ സ്പീഡ് കോമ്പോണൻറ്റ് കൂടുതലാണ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് എജിലിറ്റി, എ സ്കിൽ റിലേറ്റഡ് കോമ്പോണൻറ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ദാറ്റ് റിലേറ്റ്സ് ടു ദ എബിലിറ്റി ടു റാപ്പിഡ്ലി ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദ എൻറ്റയർ ബോഡി വിത്ത് സ്പീഡ് ആൻഡ് അക്യുറസി. അതായത് എജിലിറ്റി എന്നാൽ ചടുലത. ഇതും എന്താണ് ഒരു സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് കോമ്പോണൻ്റ് ആണ്. ഇവിടെ പറയുന്നത് വേഗത്തിലും കൃത്യതയിലും നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളെയും ചലിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. അതായത് വേഗത്തിലും കൃത്യതയിലും നമ്മുടെ ശരീരം മൊത്തം, അതായത് നമ്മുടെ എൻറ്റയർ ബോഡി മാറ്റുവാനുള്ള, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനുള്ള ഒരു കഴിവിനെ പറയുന്ന പേരാണ് എജിലിറ്റി. ഫോർ എക്സാമ്പിൾ, റാബിറ്റ്. ദ റാബിറ്റ് ഈസ് വെരി ആക്റ്റീവ്, ഇറ്റ് ഹാസ് മോർ എജിലിറ്റി. അതെ, റാബിറ്റ് കണ്ടിട്ടില്ലേ? റാബിറ്റ് എന്താണ് എപ്പോഴും വളരെ ആക്റ്റീവായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇതിന് എജിലിറ്റി എന്താണ് കൂടുതലാണ്. കാരണം റാബിറ്റിൻ്റെ ആ ഒരു ചാട്ടം, ഓട്ടം ഇതൊക്കെ കണ്ടിട്ടില്ലേ? വളരെ ചടുലതയോട് കൂടിയിട്ട്, വളരെ സ്പീഡോട് കൂടി, വേഗതയോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എജിലിറ്റിയുടെ ഒരു ചടുലതയുടെ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് റാബിറ്റാണ്. ക്ലിയർ? ഇതിൻ്റെ ലാസ്റ്റ് കോമ്പണൻറ്റ് കോർഡിനേഷൻ, a skill related component of physical fitness that relates to the ability to use the senses such as sight and hearing together with body parts in performing motor tasks smoothly and accurately. ഇവിടെ പറയുന്നത് കോർഡിനേഷൻ ഒരു സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കോമ്പോണൻ്റ് ആണ്. നമ്മുടെ ശരീരഭാഗങ്ങളോടൊപ്പം കാഴ്ച, കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് മോട്ടോർ ടാസ്കുകൾ വളരെ ഈസിയായും അതുപോലെ തന്നെ കൃത്യതയോടെയും ചെയ്യാനുള്ള ഒരു കഴിവിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നമ്മളുടെ ശരീരഭാഗങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള, ഓരോ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു കഴിവിനെ പറയുന്ന പേരാണ് കോർഡിനേഷൻ. ഫോർ എക്സാമ്പിൾ, ഡാൻസേഴ്സ്. We can see their hands, legs and eyes are working at the same time. They can do everything because they have more coordination power. കോർഡിനേഷൻ എക്സാമ്പിൾ പറയുന്നത് ഡാൻസേഴ്സ് ആണ്. അതായത് ഡാൻസേഴ്സ് എന്താണ്, അവരുടെ കൈകൾ, കാലുകൾ, കണ്ണുകൾ ഇതെല്ലാം ഒരേ സമയത്തായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. അതായത് ഒരു പാട്ട്, ഒരു മ്യൂസിക് ഇടുന്ന സമയത്ത് ഒരേ ടൈമിലായിരിക്കും അവരുടെ ബോഡിയും അതുപോലെ തന്നെ ആ ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ട് അവർക്ക് കണ്ണ്, കൈ, കാല് ഇതെല്ലാം ഒരേ ടൈമിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് കോർഡിനേഷന് പെർഫെക്റ്റ് എക്സാമ്പിൾ ഡാൻസേഴ്സ് ആണ്. അവരിൽ കൂടുതൽ കോർഡിനേഷൻ പവർ ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ 6 കോമ്പോണൻറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? സ്ട്രെങ്ത്, എൻഡുറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്പീഡ്, എജിലിറ്റി ആൻഡ് കോർഡിനേഷൻ. ഈ 6 കോമ്പോണൻറ്റ്സും കൂടാതെ ഇതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് അവർ ക്ലാസ്. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.